തിരുപ്പൂർ എപ്പോഴും തിരക്കേറിയ ഒരു സ്ഥലമാണ്. അന്ന് തൊഴിലാളി ദിനമായതുകൊണ്ട് മിക്ക കമ്പനികൾക്കും അവധിയായിരുന്നു. പതിവ് പോലത്തെ തിരക്കുകളൊന്നുമില്ലാതെ രാവിലെ സമയം പതുക്കെ നീങ്ങിക്കൊണ്ടിരുന്നു. എന്നാൽ ഹോളിഡേ ആണെങ്കിൽ പോലും ലീവ് ഇല്ലാത്ത പോലീസുകാർ അന്നും അവരുടെ ജോലികൾ നോക്കാൻ തുടങ്ങി. എത്ര ഓവർ ടൈം ജോലി ചെയ്താലും പൂർത്തിയാക്കാൻ കഴിയാത്തത്ര പുതിയ പുതിയ കേസുകളായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് മെയ് മാസം 1-ാം തീയതി രാവിലെ തന്നെ തിരുപ്പൂർ സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. ആ ഫോൺ കോളിന്റെ മറുവശത്തു നിന്ന് പരിഭ്രാന്തമായി ഒരു ശബ്ദം വന്നു. ആ പരിഭ്രാന്തി പോലീസ് ഉദ്യോഗസ്ഥരുടെ മുഖത്തും കാണാൻ സാധിച്ചു. കാരണം രാവിലെ വന്ന ആദ്യത്തെ കേസ് തന്നെ ഒരു മർഡർ കേസാണെങ്കിൽ തീർച്ചയായും ടെൻഷൻ വർദ്ധിക്കും. അതും ഈ കൊലപാതകം സംഭവിച്ചു എന്ന് പറയപ്പെടുന്ന ആ സ്ഥലം കളക്ടർ ഓഫീസുള്ള സ്ഥലമാണ്. അതുകൊണ്ട് പോലീസുകാർ അമിതമായ പിരിമുറുക്കത്തിലും അവരുടെ സമ്മർദ്ദം വർദ്ധിക്കുകയും ചെയ്തു. സംഭവ സ്ഥലത്തേക്ക് ചെന്ന പോലീസുകാർ കളക്ടർ ഓഫീസിനടുത്തുള്ള ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് ഒരു സ്ത്രീ വളരെ ക്രൂരമായ അവസ്ഥയിൽ മരിച്ചു കിടക്കുന്നത് കണ്ട് ഞെട്ടിപ്പോയി. തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവളുടെ തലയും മുഖവും ശരീരവും എല്ലാം ചതഞ്ഞിരുന്നു. ആ പ്രദേശം മുഴുവനും രക്തം കൊണ്ട് നിറഞ്ഞിരുന്നു. കൂടാതെ ഞാനാണ് ഇവയ്ക്കെല്ലാം കാരണം എന്ന് പറയാതെ പറയുന്ന രീതിയിൽ രക്തക്കറയോടുകൂടിയ ഒരു വലിയ കല്ലും ആ ഡെഡ് ബോഡിക്ക് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. സാധാരണയായി തിരുപ്പൂർ പോലീസ് നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി ധാരാളം വടക്കേ ഇന്ത്യക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. അവർ പലപ്പോഴും ചെറിയ ചെറിയ വഴക്കുകൾ ഉണ്ടാക്കുകയും പിന്നെ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് എത്തുകയും ആ നാട് വിട്ട് തന്നെ പോവുകയും ചെയ്യും. നോർത്ത് ഇന്ത്യയിലേക്ക് തന്നെ ഓടിപ്പോകുന്നതൊക്കെ ഒരു സാധാരണ കാര്യമായിരുന്നു. തെറ്റ് ചെയ്യുന്നതും തെറ്റ് ചെയ്തവർ രക്ഷപ്പെട്ടു പോകുന്നതും ഇതൊക്കെ അവർക്കൊരു സാധാരണ കാര്യമായിരിക്കാം. രക്ഷപ്പെടാനുള്ള എളുപ്പ വഴിയും അതായിരിക്കാം. പക്ഷേ ഇങ്ങനെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ നോർത്ത് ഇന്ത്യയിലേക്ക് ചെന്ന ഒരു കുറ്റവാളി അറസ്റ്റ് ചെയ്യുക അത്ര എളുപ്പമല്ല. അപ്പോൾ ഇതും അങ്ങനെ ഒരു സംഭവം തന്നെയായിരിക്കും. പല മാസത്തേക്ക് ഈ ഒരു കേസ് നമുക്ക് തലവേദനയാകും എന്ന് കരുതിയപ്പോൾ പോലീസിനെ തന്നെ ഞെട്ടിപ്പിച്ചുകൊണ്ട് സംഭവം നടന്ന ഒരു ദിവസത്തിനുള്ളിൽ മൃതദേഹം കണ്ടെത്തിയ അടുത്ത 12 മണിക്കൂറിനുള്ളിൽ അവർ കൊലയാളിയെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടു. തിരിച്ചറിയാനാകാത്ത വിധം ചതഞ്ഞു പോയ ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി, അവൾക്കരികിലായി ഉണ്ടായിരുന്ന രക്തക്കറയോടുകൂടിയ കല്ല്, ഇത് മാത്രമായിരുന്നു പ്രാരംഭ തെളിവുകളായി ലഭിച്ചത്. ഇതിലൂടെ പോലീസ് എങ്ങനെയാണ് കൊലയാളിയെ കണ്ടെത്തിയത്? അവളെ അത്രത്തോളം ക്രൂരമായി കൊല്ലണമെന്നുണ്ടെങ്കിൽ ആ കൊലയാളിക്ക് അവളോട് അങ്ങനെ എന്ത് ദേഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്? മോട്ടീവ് എന്താണ്? പോലീസ് അവൻ എങ്ങനെയാണ് ട്രേസ് ചെയ്തത്? അടുത്തിടെ തമിഴ്നാടിനെ മുഴുവനും ഞെട്ടിപ്പിച്ച ഒരു കേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നറിയാൻ പോകുന്നത്. അവളുടെ തല, മുഖം, കൈകാലുകൾ എല്ലാം ചതഞ്ഞിരുന്നു. വളരെ ക്രൂരമായ അവസ്ഥയിലുണ്ടായിരുന്ന ആ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി പോലീസ് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു. എന്നിട്ട് രക്തക്കറയുള്ള ആ ഒരു കല്ല് ഫോറൻസിക്കിന് നൽകി. എന്നിട്ട് അവരുടെ അന്വേഷണം ആരംഭിച്ചു. ആ പ്രദേശത്ത് രാവിലെ വാക്കിങ്ങിന് പോയവരായിരുന്നു പോലീസിനെ വിളിച്ച് ഇക്കാര്യം അറിയിച്ചത്. എന്നാൽ പോലീസിന്റെ അന്വേഷണത്തെ ഭയന്നുകൊണ്ട് അവരും ആ പ്രദേശം വിട്ട് ഓടിപ്പോകാൻ തുടങ്ങി. എന്നാൽ അപ്പോഴും ആ പ്രദേശത്ത് വളരെ ധൈര്യത്തോടുകൂടി നിന്നവർക്കാണെങ്കിലോ ആ മരിച്ച പെൺകുട്ടിയെക്കുറിച്ച് യാതൊന്നും അറിയില്ല. എന്നാൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലായിരുന്ന ആ ഒരു ഡെഡ് ബോഡിയിൽ പോലീസ് ആദ്യം ശ്രദ്ധിച്ച ഒരു കാര്യം തന്നെ ആ പെൺകുട്ടി അണിഞ്ഞിരുന്ന വസ്ത്രമായിരുന്നു. കാരണം അതൊരു നഴ്സിന്റെ യൂണിഫോം ആയിരുന്നു. ഇളം ചുവന്ന നിറത്തിലുള്ള യൂണിഫോം ഏതൊക്കെ ആശുപത്രികളിലാണ് ഉപയോഗിക്കുന്നത് എന്ന് പോലീസ് ആരംഭത്തിൽ അന്വേഷിക്കാൻ തുടങ്ങി. അതേസമയം ആ പ്രദേശത്തുണ്ടായിരുന്ന CCTV ദൃശ്യങ്ങളും കളക്ട് ചെയ്യാൻ തുടങ്ങി. മരിച്ചുപോയ പെൺകുട്ടിയുടെ മുഖം എങ്ങനെയാണെന്ന് പോലും അവർക്കറിയില്ല. അപ്പോൾ CCTV നോക്കി അവരിതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ അവൾ ധരിച്ചിരുന്ന ആ യൂണിഫോം വെച്ചുകൊണ്ട് തന്നെ അവൾ ഒറ്റയ്ക്കാണോ വന്നത്, അല്ലെങ്കിൽ അവളുടെ കൂടെ മറ്റാരെങ്കിലും വന്നോ എന്നുള്ളതെല്ലാം കണ്ടുപിടിക്കണം. അതുകൊണ്ട് ആ CCTV ദൃശ്യങ്ങൾ ശ്രദ്ധാപൂർവം തിരയാൻ തുടങ്ങി. കുറച്ച് മിനിറ്റിനുള്ളിൽ ആ CCTV ദൃശ്യങ്ങളിൽ ഒരു കാര്യം കണ്ടെത്തി. നഴ്സ് യൂണിഫോം ധരിച്ചിരുന്ന ഒരു സ്ത്രീ മറ്റൊരു പുരുഷനോടൊപ്പം സാധാരണ രീതിയിൽ നടന്നു പോകുന്ന ദൃശ്യം കണ്ടു. അത് ഏപ്രിൽ മാസം 30-ാം തീയതി രാത്രി ഒരു പുരുഷൻ ഷർട്ടും മുണ്ടും ധരിച്ചുകൊണ്ട് ആ പെൺകുട്ടിയുടെ തോളിൽ കൈയിട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയായിരുന്നു പതിഞ്ഞത്. ഇപ്പൊ പോലീസിന് ഒരു കാര്യം വ്യക്തമായി, കൊലയാളി ആ പെൺകുട്ടിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരാളാണെന്ന്. ഉടൻ തന്നെ ഈ ഒരു കേസിൽ കില്ലറെ കണ്ടെത്താനായി പോലീസ് 3 ടീം ഫോം ചെയ്തു. ഇതിലെ ഒരു സംഘം CCTV ദൃശ്യങ്ങളെല്ലാം വിശകലനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു സംഘം വേറൊരു കാര്യം കണ്ടെത്തി. തിരുപ്പൂർ ടു പല്ലടം റോഡിലുള്ള
ഒരു ദന്താശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്തിരുന്ന പെൺകുട്ടിയായിരുന്നു ഇത്. ഉടൻ തന്നെ പോലീസുകാർ ആ ഒരു ആശുപത്രിയിൽ ചെന്ന് അവരുടെ അന്വേഷണം തുടർന്നു. ആശുപത്രിയിൽ ആകെ എത്ര നഴ്സുമാരുണ്ട്? അവരിൽ എത്ര പേർ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്നു? എത്ര പേർക്കായിരുന്നു അവധി? ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നിട്ടും ഇൻഫോം ചെയ്യാതെ ഡ്യൂട്ടിക്ക് വരാതിരുന്നത് ആരൊക്കെയാണ്? ഇങ്ങനെയുള്ള വിവരങ്ങളെല്ലാം ശേഖരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നിട്ടും ചിത്ര എന്ന നഴ്സ് ജോലിക്ക് വന്നില്ല എന്നും അവൾ ലീവ് ഇൻഫോം ചെയ്തില്ല എന്ന കാര്യവും മനസ്സിലായത്. ഉടൻ തന്നെ അവരുടെ കയ്യിലുണ്ടായിരുന്ന CCTV ദൃശ്യങ്ങൾ, അതിൽ അവർ ശ്രദ്ധിച്ച ആ നഴ്സിന്റെ വസ്ത്രം ധരിച്ച പെൺകുട്ടി, അവളെ കാണിച്ചിട്ട് ഇതാണോ എന്ന് ചോദിച്ചു. അതെ, ഇത് തന്നെയാണ് ചിത്ര എന്ന് ആശുപത്രിയിലുള്ളവർ സ്ഥിരീകരിച്ചു. അതേ CCTV ഫുട്ടേജസിൽ ചിത്രയുടെ കൂടെയുള്ള ആ ഒരു വ്യക്തി, അത് ആരാണെന്ന് അറിയാമോ എന്നും ചോദിച്ചു. പക്ഷെ അതിന് ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്നവർ പറഞ്ഞ മറുപടി, അയാൾ ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ കഴിഞ്ഞ ഒരു 4 ദിവസമായി അയാൾ ചിത്രയെ കാണാൻ ആശുപത്രിയിൽ വരുന്നുണ്ടായിരുന്നു. അവർക്കുള്ളിൽ ഇടയ്ക്കിടെ ചില വഴക്കുകളും ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങളുടെ കൂടെ ഒരാൾ ജോലി ചെയ്തു, ആ പെൺകുട്ടിയെ മറ്റൊരാൾ വന്ന് ടോർച്ചർ ചെയ്തു, വഴക്കുണ്ടായി. അപ്പോൾ പിന്നെ അവൻ ആരാണ്, എന്താണ് പ്രശ്നം, ഇതൊന്നും നിങ്ങൾ അന്വേഷിക്കില്ലേ എന്ന ചോദ്യത്തിന് ചിത്ര ജോലിക്ക് കയറിയിട്ട് 20 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ, അതുകൊണ്ട് അവളെക്കുറിച്ച് ഞങ്ങൾക്ക് അധികമൊന്നും അറിയില്ല, അവളെ അത്ര പരിചയവും ഇല്ല എന്നവർ പറഞ്ഞു. ഉടൻ തന്നെ പോലീസ് ചിത്രയുടെ അഡ്രസ് വാങ്ങി അവളുടെ വീട്ടിൽ ചെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവർക്ക് ധാരാളം ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ ലഭിക്കാൻ തുടങ്ങിയത്. ചിത്രയുടെ അമ്മയെ സീതാലക്ഷ്മിയോട് ചോദിക്കുമ്പോഴാണ് പോലീസിനെ തന്നെ ഞെട്ടിപ്പിച്ചുകൊണ്ടുള്ള വിവരങ്ങൾ ലഭിക്കാൻ തുടങ്ങിയത്. മധുരയിലെ വാടിപ്പട്ടി പ്രദേശത്തുള്ള ചിത്രയും അലങ്കാനല്ലൂരിലുള്ള രാജേഷ് ഖന്നയും 2012 കണ്ടുമുട്ടിയത്. പിന്നീട് ഇരുവരും പ്രണയത്തിലായി. രണ്ടുപേരും വ്യത്യസ്ത ജാതിയിലുള്ളവരായതുകൊണ്ട് 2 കുടുംബവും അവരുടെ പ്രണയത്തെ എതിർത്തു. പക്ഷെ അവരവരുടെ പ്രണയത്തിൽ ശക്തമായിരുന്നു. അങ്ങനെ 2014 അവരൊരു മിശ്രവിവാഹം നടത്തി. 2 കുടുംബവും ആദ്യം അവരുടെ ഈ ഒരു വിവാഹത്തെ എതിർത്തെങ്കിലും ദിവസങ്ങൾ കടന്നു പോകുന്തോറും അവരെ ബോധ്യപ്പെടുകയും സന്തോഷത്തോടു കൂടി അവരെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി അവർക്ക് 2 കുഞ്ഞുങ്ങൾ ജനിച്ചു. 9 വയസ്സുള്ള ഒരു ആൺകുട്ടി, 1.5 വയസ്സുള്ള ഒരു ആൺകുട്ടി. 2 മക്കൾ അവർക്കുണ്ട്. രാജേഷ് ഖന്ന ബനിയൻ കമ്പനിയിൽ ജോലിക്ക് പോകും, നിർമ്മാണ ജോലികളൊക്കെ ചെയ്യും. ഇങ്ങനെ ജോലി ആവശ്യത്തിനായി അയാൾ മധുരയിൽ നിന്നും തിരുപ്പൂരിലേക്ക് പോയി വന്നു. ഈ സാഹചര്യത്തിലാണ് ഒരു 3 മാസങ്ങൾക്ക് മുൻപ് ചിത്ര തൻ്റെ ഭർത്താവിനെ മധുരയിൽ ഉപേക്ഷിച്ചിട്ട് കുട്ടികളോടൊപ്പം തിരുപ്പൂരിൽ അമ്മയുടെ വീട്ടിൽ അവൾ വന്നു. അമ്മയുടെ വീട്ടിൽ താമസിച്ച് തന്നെ ജോലി അന്വേഷിക്കാനും തുടങ്ങി. അപ്പോഴാണ് അവൾ പല്ലടം റോഡിലെ ക്രിഷ് എന്ന ഒരു ദന്താശുപത്രിയിൽ നഴ്സായി ജോലിക്ക് ചേരുന്നത്. എന്തുകൊണ്ടാണ് അവൾ ഭർത്താവിനെ ഉപേക്ഷിച്ച് കുട്ടികളുമായി അമ്മയുടെ വീട്ടിലേക്ക് വന്നത്? ഈ മിശ്രവിവാഹം മൂലം അവൾ എന്തെങ്കിലും പീഡനം സഹിക്കേണ്ടി വന്നോ എന്നൊക്കെ ചോദിച്ചാൽ ഇല്ല. സാധാരണ ഈ പ്രണയവിവാഹം എന്നാൽ തന്നെ അത് പ്രശ്നമാണ്. അതും വ്യത്യസ്ത ജാതിയിലുള്ളവരാണെങ്കിൽ പ്രശ്നത്തിന്റെ ഗൗരവം വളരെ കൂടുതലായിരിക്കും. പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ വിധി അവരുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ രീതിയിൽ കളിക്കാൻ തുടങ്ങി. അതെ, രാജേഷ് ഖന്ന മോശമായ ആളുകളാൽ സ്വാധീനിക്കപ്പെടാൻ തുടങ്ങി. മോശം സുഹൃത്തുക്കളുമായി ചേർന്ന് മദ്യം, മയക്കുമരുന്ന് ഇവയെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങി. ഈ ദുശീലങ്ങൾ കാരണം അവൻ്റെ സാധാരണ സ്വഭാവത്തോടൊപ്പം മറ്റൊരു സ്വഭാവവും കൂടിച്ചേർന്നു. അതാണ് സംശയം. മദ്യപാനം, മയക്കുമരുന്ന്, കൂടെ തന്നെ സംശയം. ഇവ 3ഉം ഡെഡ്ലി കോമ്പിനേഷനാണ്. ഒരു കുടുംബത്തെ നശിപ്പിക്കാൻ ഇവയിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ മാത്രം മതി. എന്നാൽ ഇവിടെ ഈ 3ഉം ഉണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഈ കേസിൽ ചിത്രയ്ക്ക് എന്താണോ സംഭവിക്കുന്നത് അത് തന്നെയാണ് സംഭവിക്കാൻ പോവുക. അതെ, മദ്യപാനത്തിന് അടിമയായ രാജേഷ് മദ്യപിച്ചിട്ട് വന്ന് ഭാര്യയെ സംശയിച്ച് അവളെ അടിക്കാൻ തുടങ്ങും, മക്കളെയും അടിക്കാൻ തുടങ്ങും, അവരെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. ഇതിനെ എതിർത്ത് ചിത്രയുടെ അമ്മ എന്തെങ്കിലും ചോദിച്ചാൽ അവരെയും മര്യാദയില്ലാതെ സംസാരിച്ച് അവരെയും അടിക്കാൻ തുടങ്ങും. ഇങ്ങനെ വളരെ മോശമായ ഒരു മനുഷ്യൻ തന്നെയായി. ഇത് 1-2 വർഷമല്ല, പല വർഷങ്ങളോളം സംഭവിച്ചുകൊണ്ടേയിരുന്നു. ഒരു ഘട്ടത്തിൽ ഇവന് മദ്യപാനം, മയക്കുമരുന്ന്, കഞ്ചാവ് ഇതിലൂടെ ലഭിക്കുന്ന ആസക്തിയൊന്നും പോരാതെ വന്നു. അതുകൊണ്ട് നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന തൻ്റെ ഭാര്യയോട് ഉയർന്ന അളവിലുള്ള മയക്കുമരുന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നൽകാൻ ആവശ്യപ്പെട്ടു. അത് കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് അവളെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. തൻ്റെ ഭർത്താവിനെ ഈ ദുശീലത്തിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരണം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന, അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന ചിത്രയ്ക്ക് ഇത് വലിയ ഞെട്ടലിന് കാരണമായി. അവന്റെ ഈ ചോദ്യവും ആവശ്യവും അവർക്കുള്ളിൽ വീണ്ടും വഴക്കുണ്ടാകാൻ കാരണമായി. പലപ്പോഴും ചിത്ര ദേഷ്യപ്പെട്ട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകും. എന്നാൽ വീണ്ടും അവൻ ചെന്ന് സമാധാനിപ്പിക്കും. ഇതൊക്കെ സാധാരണ രീതിയിൽ നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ 3 മാസത്തിന് മുൻപ് അതുപോലെയാണ് 3 മാസത്തിന് മുൻപ് ഇവർക്കിടയിൽ വഴക്കുണ്ടാവുകയും ചിത്ര മധുരയിൽ നിന്നും തിരുപ്പൂരിലേക്ക് വന്നു.
അവളെ സമാധാനിപ്പിച്ച് തിരികെ കൊണ്ടുപോകാനായി രാജേഷ് ഇടയ്ക്കിടെ അവൾ ജോലി ചെയ്യുന്ന ആശുപത്രി, താമസിച്ച വീട്, ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ചെന്ന് അവളെ സമാധാനിപ്പിക്കണമെന്ന പേരിൽ അവളുമായി വീണ്ടും വഴക്കിടാൻ തുടങ്ങി. ഓരോ തവണയും അവൻ സമാധാനിപ്പിക്കാൻ വരുമ്പോൾ ചിത്ര പറയുന്ന ഒരേ ഒരു അഭ്യർത്ഥന, ഒരേ ഒരു റിക്വസ്റ്റ്, മദ്യപിക്കുന്നതും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതും അവസാനിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. ഈ മദ്യലഹരിയിലായിരിക്കുന്ന ഒരു വ്യക്തി പറയുന്ന വാക്കുകൾ ആ ലഹരി മാറുമ്പോൾ അവർക്ക് മറന്നു പോകുമെന്നൊക്കെ പറയുന്നത് വെറുതെയൊന്നുമല്ല. അത് അനുഭവത്തിലൂടെ തന്നെ പറയുന്ന കാര്യങ്ങളാണ്. ഇനി ഞാൻ കുടിക്കില്ല എന്ന് അയാൾ പറഞ്ഞ വാക്കുകൾ ചിത്ര പല തവണ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവന്റെ വാക്കുകളിൽ ഇപ്പോൾ അവളുടെ പ്രതീക്ഷ എല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ ഏപ്രിൽ മാസം 30 ജോലി കഴിഞ്ഞു വരുമ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ രാജേഷ് അവളെ വീട്ടിൽ വന്ന് കണ്ടു. ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ട് അവളെ പുറത്തേക്ക് കൊണ്ടുപോയി. കുറച്ച് മിനിറ്റ് കഴിഞ്ഞ് അവൻ ഒറ്റയ്ക്ക് വീട്ടിൽ വന്നു. ചിത്രയുടെ അമ്മ മകൾ എവിടെയാണെന്ന് ചോദിച്ചു. തൊട്ടടുത്ത് ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിനടുത്ത് അവൾ ഫോൺ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാനും അവളെ കാത്ത് കുറേ സമയം ഇരുന്നു. എനിക്ക് പിന്നെ ദേഷ്യം വന്നു. ഞാനും തിരികെ വന്നു. അവൾ വരുമ്പോ വരട്ടെ, ഞാൻ മക്കളുമായി കളിച്ചുകൊണ്ടിരിക്കാം എന്ന് അയാൾ പറഞ്ഞു. അങ്ങനെ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. ഇതിൽ ദേഷ്യം വന്ന ചിത്രയുടെ അമ്മ, അതെന്താണ് ഈ രാത്രി അവൾക്ക് ഫോണിൽ എന്താണ് ഇത്ര ജോലി, ഞാൻ അവളെ പോയി വിളിച്ചുകൊണ്ട് വരാം എന്നും പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങി. അങ്ങനെ പോയ അമ്മയ്ക്ക് 2 കാര്യങ്ങൾ വല്ലാത്തൊരു ഞെട്ടലുണ്ടാക്കി. ഒന്നാമത്തേത്, ആ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിനടുത്ത് മകളില്ലായിരുന്നു. ഒരുപക്ഷെ അവൾ വീട്ടിൽ തിരികെ എത്തിയിട്ടുണ്ടാകുമെന്ന് ചിന്തിച്ച് വീട്ടിൽ വന്നപ്പോൾ വീട്ടിൽ അവരുടെ മരുമകനുമില്ല, മക്കളുമില്ലായിരുന്നു. ഒരു പക്ഷേ ഞാൻ അവളെ തിരഞ്ഞുപോയ സമയത്ത് അവൾ വീട്ടിൽ വന്നിട്ടുണ്ടാകാം. അവളുടെ ഭർത്താവ് ഒന്നും പറയാതെ അവളെയും മക്കളെയും കൊണ്ടുപോയിട്ടുണ്ടാകാം എന്ന് ചിന്തിച്ചു. എന്തായാലും ഒന്ന് കൺഫേം ചെയ്യാനായി ചിത്രയെ വിളിച്ചു നോക്കി. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. രാവിലെ വിളിക്കാം എന്ന് കരുതി അവർ ഉറങ്ങാനും പോയി. രാവിലെ ഉറക്കമുണർന്ന് അവർ കണി കണ്ടത് ചിത്രയെക്കുറിച്ച് അന്വേഷിക്കാനായി വന്ന പോലീസുകാരെയായിരുന്നു. പോലീസ് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ചിത്രയുടെ അമ്മ, അവൻ തന്നെയാണ് എന്റെ മകളെ കൊന്നത് എന്ന് തറപ്പിച്ച് പറയാൻ തുടങ്ങി. ഉടൻ തന്നെ മധുരയിലേക്ക് തിരുപ്പൂരിലെ പോലീസിന്റെ ഒരു സംഘം പോയി. അലങ്കാനല്ലൂരിലെ അവന്റെ വീട്ടിൽ തന്നെ അവനെ അറസ്റ്റ് ചെയ്ത് തിരിച്ചു തിരുപ്പൂരിലേക്ക് കൊണ്ടുവന്നു. കുട്ടികൾ 2 പേരെയും ചിത്രയുടെ അമ്മയുടെ പക്കൽ കൈമാറി. എന്നിട്ട് രാജേഷിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവന് മറ്റു മാർഗമൊന്നുമില്ലാതെ, പോലീസിനെ എതിർക്കാതെ അന്ന് എന്ത് സംഭവിച്ചു എന്നുള്ളത് പറയാൻ തുടങ്ങി. പതിവ് പോലെ ദേഷ്യപ്പെട്ട് വീട്ടിലേക്ക് വന്ന ചിത്രയെ സമാധാനിപ്പിക്കാൻ വന്ന രാജേഷ് 2-3 ദിവസമായി വീട്ടിലും ആശുപത്രിയിലും ചെന്ന് അവളോട് സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ ഓരോ തവണയും അവരുടെ കണ്ടുമുട്ടൽ വഴക്കിൽ മാത്രമായിരുന്നു അവസാനിച്ചത്. അതുപോലെ 2025 ഏപ്രിൽ മാസം 30 അവളോട് ഒറ്റയ്ക്ക് സംസാരിക്കാനായി വിളിച്ചുകൊണ്ടുപോയി. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കുന്ന ദൃശ്യമായിരുന്നു CCTVയിൽ പതിഞ്ഞത്. എപ്പോഴത്തെയും പോലെ രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ വാക്ക് തർക്കമുണ്ടായി. നീ എൻ്റെ കൂടെ നാട്ടിലേക്ക് വാ, നമുക്ക് പോകാം എന്ന് വിളിച്ചപ്പോൾ ചിത്ര ഇല്ല, ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് വരാം എന്നും പറഞ്ഞു. ഇപ്പോൾ രാജേഷ് പറഞ്ഞത്, ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ ഫോൺ താ, നീ ആരോടെങ്കിലും സംസാരിക്കുന്നുണ്ടോ? എനിക്ക് നിന്നെ സംശയമാണ്, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചിട്ട് കൂടിയും നീ നാട്ടിലേക്ക് വരാത്തത്. നിനക്ക് മറ്റാരോടെങ്കിലും എന്തെങ്കിലും അഫെയർ ഉണ്ടോ? എനിക്ക് ഫോണൊന്ന് നോക്കണം, ഫോൺ പരിശോധിച്ചാൽ മനസ്സിലാകുമല്ലോ എന്നും പറഞ്ഞ് ആ ഫോൺ വാങ്ങി പരിശോധിക്കാൻ തുടങ്ങി. ഇത് അവളുടെ ദേഷ്യം കൂടാൻ കാരണമായി. 2 പേർക്കും ഇടയിൽ വലിയൊരു വാക്കുതർക്കം ഉണ്ടായി. ഇപ്പോൾ മയക്കുമരുന്നിന് അടിമയായിരുന്ന ആ ഒരു വിഡ്ഢി ആ റോഡിൽ വെച്ച് തന്നെ അവളെ അടിക്കാൻ തുടങ്ങി. വേദന സഹിക്കാനാകാതെ കഷ്ടപ്പെട്ട ചിത്ര ഒരു ഘട്ടത്തിൽ അവനിൽ നിന്നും രക്ഷപ്പെടാനായി ഓടാൻ തുടങ്ങി. ഉടനെ അവനും അവളെ പിന്തുടർന്നോടി. കളക്ടർ ഓഫീസിനടുത്തുള്ള ഒരു ഒഴിഞ്ഞ മാലിന്യ കൂമ്പാരത്തിനടുത്ത് വെച്ച് അവളെ പിടിച്ചു നിർത്തി. രക്ഷപ്പെടാൻ അനുവദിക്കാതെ അവൻ അവളെ മുറുകെ പിടിച്ച് അടിക്കാൻ തുടങ്ങി. ഒരു ഘട്ടത്തിൽ അടിയുടെ വേദന സഹിക്കാനാകാതെ ചിത്ര ബോധം കെട്ട് വീണു. അങ്ങനെ ചിത്രയുടെ ബോധമെല്ലാം നഷ്ടപ്പെട്ട് താഴെ വീണിട്ട് കൂടിയും ഭർത്താവായ രാജേഷിന് തൃപ്തി വന്നില്ല. അവൻ അടുത്തുണ്ടായിരുന്ന ഒരു വലിയ കല്ലെടുത്ത് അവളുടെ തലയിൽ തന്നെ ആഞ്ഞടിക്കാൻ തുടങ്ങി. ആ വേദനയിൽ അവളുടെ ശരീരമാകെ പിടയ്ക്കാൻ തുടങ്ങി. ശരീരമാകെ ഇങ്ങനെ പിടയ്ക്കുന്നത് കണ്ടിട്ട് അവൻ വീണ്ടും ആ കല്ലെടുത്ത് അവളുടെ മുഖത്ത് തന്നെ ആഞ്ഞടിച്ചു. മുഖം മുഴുവനും ചതയാൻ തുടങ്ങി. അപ്പോഴും അവൻ തൃപ്തനായില്ല. കൈ കാലുകളെല്ലാം അപ്പോഴും പിടയുന്നുണ്ട്. അതുകൊണ്ട് വീണ്ടും ആ കയ്യിലും കാലിലും എല്ലാം, അതുകൊണ്ട് അവൻ ആ കല്ലുപയോഗിച്ച് അവളുടെ കയ്യിലും കാലിലും എല്ലാം ഇടിച്ച് ചതയ്ക്കാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും അവന്റെ ഈ ദുശീലങ്ങളെല്ലാം മാറ്റി നല്ല വഴിയിൽ കൊണ്ടുവരണമെന്ന് ചിന്തിച്ച് അതിനുവേണ്ടി കഷ്ടപ്പെട്ട ചിത്ര ഇപ്പോൾ സ്വന്തം ജീവൻ പോലും സംരക്ഷിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ തന്നെ അവളുടെ ശരീരത്തിലുണ്ടായിരുന്ന മുഴുവൻ രക്തവും പുറത്തേക്ക് വന്ന് ആ സ്ഥലം തന്നെ ഒരു രക്തക്കുളമായി മാറി. ഇപ്പോൾ രാജേഷിന് ഒരല്പം സമാധാനമായി. ചിത്ര മരിച്ചോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അവളുടെ ഫോൺ എടുത്ത് സ്വിച്ച് ഓഫ് ചെയ്തു. വീട്ടിൽ ചെന്നിട്ട് അവൾ ഫോൺ സംസാരിക്കുകയാണ് എന്ന് കള്ളം പറഞ്ഞു.
ഇപ്പോൾ അമ്മ മകളെ നോക്കാനായി പുറത്തേക്ക് പോയപ്പോൾ അയാൾ മക്കളെയും കൂട്ടി മധുരയിലേക്ക് പോയി. അടുത്ത ദിവസം പോലീസ് അയാളെ അന്വേഷിച്ച് വരുമെന്നുള്ള യാതൊരു ചിന്തയും ഇല്ലാതെ അവന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ആളുകൾ ഏത് ധൈര്യത്തിലാണ് കൊലപാതകം ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നേ ഇല്ല. ഇപ്പൊ പോലീസിന്റെ കസ്റ്റഡിയിൽ അവൻ ജയിലിൽ തന്നെയാണ്. സ്നേഹിച്ച പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കുക, അവരുടെ വിവാഹം രണ്ട് കുടുംബവും അംഗീകരിക്കുക എന്നുള്ളതൊക്കെ നിസാര കാര്യമേ അല്ല. നമ്മൾ ഇതിനകം കണ്ട പല കേസുകൾ അതിന് ഉദാഹരണമാണ്. എന്നാൽ ഇവരുടെ ജീവിതത്തിൽ ഈ രണ്ട് കാര്യങ്ങളും നന്നായി തന്നെ സംഭവിച്ചു. പ്രണയം സഫലമായി, വിവാഹവും നടന്നു, വീട്ടുകാരും അത് അംഗീകരിച്ചു. എന്നാൽ അത് ശരിയായി സംരക്ഷിക്കാൻ കഴിയാതെ, ശരിയായി കാത്തു സൂക്ഷിക്കാൻ അറിയാത്ത ഒരു വ്യക്തിയായിട്ടാണ് രാജേഷ് ജീവിച്ചത്. ഈ പ്രണയത്തിന് കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇവന്റെ ഈ കാര്യത്തിൽ ഈ മദ്യപാനം, മയക്കുമരുന്ന്, കഞ്ചാവ് എല്ലാം അവന്റെ കണ്ണിനെ അന്ധമാക്കി. അതുകൊണ്ടാണ് പ്രണയിച്ച് വിവാഹം കഴിച്ച ഭാര്യയെ പോലും നെല്ലും പതിരും തിരിച്ചറിയാതെ അവൻ ക്രൂരമായി കൊന്നത്. ഒരളവുമില്ലാതെ അവളെ സംശയിച്ച് തന്നെ കൊന്നു. ഇതിനെല്ലാം കാരണം ഡ്രഗ്സ് ആണ്. എന്ത് ചെയ്യുന്നു എന്ന് പോലും മനസ്സിലാക്കാതെ, ചെയ്യുന്ന കാര്യത്തിന്റെ അനന്തരഫലങ്ങളെക്കുറിച്ച് അറിയാതെ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെല്ലാം ചെയ്ത് ഭാര്യയെയും കുഞ്ഞുങ്ങളിൽ നിന്നും വേർപിരിഞ്ഞ് ഇപ്പോൾ ജീവിതകാലം മുഴുവനും ജയിലിൽ ചിലവഴിക്കാൻ പോവുകയാണ്. എന്ത് ചെയ്തിട്ടാണെങ്കിലും മദ്യപാനവും മയക്കുമരുന്നിനും അടിമയായ തന്റെ പങ്കാളിയെ അതിൽ നിന്നെല്ലാം പുറത്തേക്ക് കൊണ്ടുവരണമെന്ന് ചിന്തിക്കുന്ന ഓരോരുത്തർക്കും ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. പൂർണ്ണമായും ഇങ്ങനെയുള്ള ദുശീലങ്ങൾക്ക് അടിമയായവരെ നമ്മുടെ സംസാരത്തിലൂടെ മാത്രം പുറത്തേക്ക് കൊണ്ടുവരാമെന്ന് ചിന്തിക്കുന്നത് ഒട്ടും തന്നെ ശരിയല്ല. ഒരു ഘട്ടത്തിന് ശേഷം ശരിയായി കൗൺസിലിംഗ്, ചികിത്സ ഇവയൊന്നും ഇല്ലാതെ അവരെ മാറ്റുക എന്നുള്ളത് സാധ്യമല്ലാത്തൊരു കാര്യമാണ്. അവർ തന്നെ വിചാരിച്ചാലും തിരിച്ചു വരാൻ കഴിയാത്ത ഒരു നരകത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ടാകും. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള കൂടുതൽ റിയൽ ക്രൈം കേസുകളെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ വിക്യോസ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.